ഹായ് ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 2 ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ്. സ്റ്റീൽ കട്ട് ഓട്സും റാഗിയും കൊണ്ടുള്ള പുട്ടും പിന്നെ ഷുഗർ ക്രേവിംഗ് കുറക്കാനായിട്ട് ഒരു അടിപൊളി ഐറ്റം. നോ ഷുഗർ നോ റിഗ്രറ്റ്സ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇവിടെ ഞാൻ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് എടുത്തേക്കുന്നത്. ഇതാണ് റോൾഡ് ഓട്സിനെക്കാട്ടിലും ഏറ്റവും നല്ലത്, കാരണം ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. അരമണിക്കൂർ കുതിർത്ത് വെച്ച് വെള്ളം ഊറ്റിയതിന് ശേഷം മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുക. അതിലേക്ക് 1 കപ്പ് റാഗി പൗഡർ ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് സാധാരണ പുട്ടിനെ നനയ്ക്കുന്നത് പോലെ നനച്ചെടുക്കുക. അല്പം വെള്ളം ചേർത്ത് ചെയ്യണേ. ഇത് നന്നായി മിക്സായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അപ്പോഴാണ് പുട്ടിന് വേണ്ട പാകമാകുന്നത്. സ്റ്റീൽ കട്ട് ഓട്സ് കുറച്ചുകൂടെ കുക്കിംഗ് ടൈം കൂടുതലുള്ളതാണ്, അതുകൊണ്ടാണ് 2 പ്രാവശ്യം പൊടിക്കാൻ പറഞ്ഞത്. എന്നിട്ട് ചിരകിയ തേങ്ങയും ചേർത്ത് പുട്ടുണ്ടാക്കിയെടുക്കാം. അടുത്തത് ഇതേ പുട്ട് കൊണ്ട് തന്നെ ഷുഗർ ചേർക്കാതെ നമുക്കൊരു സ്വീറ്റ് ഐറ്റം ഉണ്ടാക്കാം. അതുപോലെ നമ്മൾ എന്ത് പുട്ടായിക്കോട്ടെ, നമ്മൾ അതിന് കൂടെ കോമ്പിനേഷൻ കൊടുക്കേണ്ടത് എപ്പോഴും കടലയോ പയറോ അതുപോലെയുള്ള പ്രോട്ടീൻ റിച്ച് ഐറ്റമാണ്. അപ്പോഴേ അതൊരു ബാലൻസ് ഐറ്റമായി മാറുന്നുള്ളൂ. നമുക്കിനി ഷുഗർ ചേർക്കാത്ത ആ ഒരു സ്വീറ്റ് ഐറ്റമിലേക്ക് കടന്നാലോ? ആദ്യം ഞാൻ ഈ പുട്ടുണ്ടാക്കിയപ്പോൾ മിച്ചം വന്ന പുട്ട് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ പുട്ടുണ്ടാക്കുമ്പോൾ കൂടുതൽ ഉണ്ടാക്കാനായി നോക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് നിലക്കടല, ആൽമണ്ട്, വാൾനട്ട് എല്ലാം ഓരോ ടീസ്പൂൺ വീതം ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ മിക്കവാറും എല്ലാ റെസിപ്പിയിലും നിലക്കടല ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇത് ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. ലൈറ്റ് ബ്രൗൺ ആയി വരട്ടെ. ഈ റെസിപ്പിക്ക് ക്രഞ്ചിനെസ് കൊടുക്കുന്ന ഭാഗമാണ് ഇപ്പോൾ കഴിഞ്ഞത്, കൂടെ നട്ട്സിൻ്റെ ടേസ്റ്റും. ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞതും 2 ഈത്തപ്പഴം ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് സോഫ്റ്റ് ആകുന്നത് വരെ വേവിക്കുക. ഒന്ന് അടച്ചു വെച്ച് വേവിച്ചോളൂ. നല്ലതുപോലെ സോഫ്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂടി തുറന്ന് വെച്ച് വീണ്ടും നന്നായി ഇളക്കുക. ഇതിൻ്റെ നാച്ചുറൽ ഷുഗർ കാരമലൈസ് ആവുന്നത് വരെ ഇളക്കി. ഇപ്പോൾ കാണുന്നില്ലേ, നല്ല ലൈറ്റ് ബ്രൗണായി, പിന്നീട് അത് നല്ല ബ്രൗണായി. ആ സമയത്ത് പൊടിച്ച് വെച്ച് നമ്മുടെ പുട്ട് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. ഇതിങ്ങനെ ഇപ്പോൾ ഒരു ഡ്രൈ പരുവത്തിലുണ്ടാകുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് എല്ലാം കൂടെ മിക്സ് ആവാനുള്ള സമയം കൊടുക്കുക. ഏലക്കപ്പൊടിയോ സിനമൺ പൗഡറോ ഒക്കെ ചേർക്കട്ടോ. ഞാനിവിടെ ചേർത്തിട്ടില്ല, ഓപ്ഷണലാണ്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ രുചി നന്നായിട്ട് വരും. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഒരു ഐറ്റം നല്ല ഫില്ലിങ്ങുമാണ്, എന്നാൽ ഒട്ടും അൺഹെൽത്തിയുമല്ല. കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ വളരെ ചെറിയ അളവിൽ ഞാൻ ചേർത്തിട്ടുള്ളൂ. പക്ഷേ എൻഡ് പ്രൊഡക്റ്റ് വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും പ്രോട്ടീൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ തന്നെയായി മാറിയില്ലേ. ഇങ്ങനെ നമ്മൾ നമ്മുടെ ഫുഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുഴുവനും സാറ്റിസ്ഫാക്ഷനോട് കൂടെ തന്നെ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ നമുക്ക് എന്തൊരു യമ്മിയാണ് കാണാൻ, അതിനെക്കാട്ടിലും യമ്മിയാണ് നമുക്ക് കഴിക്കാനും. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 1.5 കഷ്ണം പുട്ടാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഉണ്ടാക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ. സീ യു, ബൈ ബൈ.